എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭക്തിപൂർവം നമസ്കാരം. ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ ഉദയാസ്തമനങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഭോഗാധിപനും ഐശ്വര്യകാരകനുമായ ശുക്രന്റെ ഉദയം ഓരോ നാളുകാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത്. 2026 ഓഗസ്റ്റ് മാസത്തിൽ ശുക്രന്റെ ഉദയം മൂലം സവിശേഷമായ ദോഷനിവൃത്തിയും ഐശ്വര്യവും ഭാഗ്യവും വന്നുചേരുന്ന 5 നാളുകളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഗ്രഹസ്ഥിതിയുടെ യഥാർത്ഥ ഫലങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പറയുന്നത് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ്. മേടക്കൂറിൽ വരുന്ന ഭരണി നക്ഷത്രക്കാരുടെ നാഥൻ ശുക്രൻ തന്നെയാണ്. അതുകൊണ്ടുതന്നെ ശുക്രന്റെ ഉദയം ഭരണി നാളുകാർക്ക് അതിശക്തമായ ഗുണഫലങ്ങളാണ് ഈ ഓഗസ്റ്റ് മാസത്തിൽ പ്രദാനം ചെയ്യുന്നത്. ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സാമ്പത്തിക ഞെരുക്കങ്ങൾക്കും കടബാധ്യതകൾക്കും വലിയൊരു ആശ്വാസം ലഭിക്കുന്ന സമയമാണിത്. കുടുംബത്തിൽ അസ്വസ്ഥതകൾ മാറി സമാധാനാന്തരീക്ഷം സംജാതമാകും. ദാമ്പത്യ ജീവിതത്തിൽ പുതിയൊരു ഉണർവുണ്ടാകും. ഏറെക്കാലമായി മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണം അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമായി തീരും. തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന് തക്കതായ അംഗീകാരം ലഭിക്കുകയും മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റാൻ സാധിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ലാഭസാധ്യതകൾ തുറന്നുകിട്ടുന്ന കാലഘട്ടമാണിത്. രണ്ടാമതായി, ഈ ഓഗസ്റ്റ് മാസത്തിൽ ശുക്രന്റെ ഉദയം വഴി ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്ന മറ്റൊരു നക്ഷത്രമാണ് രോഹിണി. ഇടവക്കൂറിൽ വരുന്ന രോഹിണി നക്ഷത്രക്കാർക്ക് ഇത് സുവർണാവസരങ്ങളുടെ കാലമാണ്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാധ്യമരംഗത്തുള്ളവർക്കും സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും ഈ സമയം വളരെ അനുകൂലമായി ഭവിക്കുന്നു. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകൾ അകലും. ആരോഗ്യകാര്യത്തിലുണ്ടായിരുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ മാറി ശരീരക്ഷമത വീണ്ടെടുക്കാൻ സാധിക്കും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാനും കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനും യോഗമുള്ള സമയമാണിത്. മൂന്നാമത്തെ നക്ഷത്രം പൂയമാണ്. കർക്കടകക്കൂറിൽ വരുന്ന പൂയം നക്ഷത്രക്കാർക്ക് ശുക്രന്റെ ഉദയം വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഭവിക്കുന്നത്. തൊഴിലില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ലഭിക്കാൻ യോഗമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യത കാണുന്നു. പുതിയ പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവർക്ക് മികച്ച ലാഭം കൊയ്യാൻ സാധിക്കും. സാമ്പത്തികമായി നിലനിൽക്കുന്ന മാന്ദ്യം മാറി പണം കൈചുങ്ങി വരാൻ തുടങ്ങും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധികളുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കാനും ഈ സമയം അനുകൂലമാണ്. നാലാമതായി നമ്മൾ പറയുന്നത് പൂരം നക്ഷത്രത്തെക്കുറിച്ചാണ്. ചിങ്ങക്കൂറിൽ വരുന്ന പൂരം നക്ഷത്രക്കാരുടെ നാഥനും ശുക്രൻ തന്നെയാണ്. ഓഗസ്റ്റ് മാസത്തിലെ ശുക്രന്റെ ഉദയം പൂരം നാളുകാരുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യകാലഘട്ടത്തിന്റെ തുടക്കം കുറിക്കുന്നു. പുതിയ വാഹനമോ വീടോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ സാധിക്കും. സമൂഹത്തിൽ നിങ്ങളുടെ കീർത്തിയും പ്രശസ്തിയും വർദ്ധിക്കും. ഉന്നത വ്യക്തികളുടെ സൗഹൃദം ലഭിക്കുകയും അതുവഴി ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനും സാധിക്കും. പ്രണയബന്ധങ്ങളിൽ വിജയം കാണാനും വിവാഹാലോചനകളിൽ തീരുമാനമാകാനും ഏറ്റവും അനുകൂലമായ സമയമാണിത്. സാമ്പത്തികമായ നിക്ഷേപങ്ങളിൽ നിന്ന് മികച്ച ലാഭം വന്നുചേരും. അവസാനമായി, ഈ ഓഗസ്റ്റ് മാസത്തിൽ ശുക്രന്റെ ഉദയത്താൽ ജീവിതം തന്നെ മാറിമറിയുന്ന 5ാമത്തെ നക്ഷത്രമാണ് ഉത്രാടം. ധനുമകരക്കൂറുകളിലായി വരുന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്റെ നാളുകളാണ്. ഏറെക്കാലമായി മനസ്സിനെ അലട്ടിയിരുന്ന മാനസിക വിഷമങ്ങളും പ്രയാസങ്ങളും പൂർണ്ണമായും മാറിക്കിട്ടും. കർമ്മരംഗത്ത് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടിവരും. ഇത് പിൽക്കാലത്ത് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കും. പൈതൃക സ്വത്തുക്കൾ കൈവശം വന്നുചേരാൻ യോഗമുണ്ട്. ബിസിനസ്സിൽ പുതിയ പരീക്ഷണങ്ങൾ വിജയം കാണും. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപര്യം വർദ്ധിക്കുകയും മനസ്സമാധാനം കൈവരികയും ചെയ്യും. ചുരുക്കത്തിൽ ഭരണി, രോഹിണി, പൂയം, പൂരം, ഉത്രാടം എന്നീ 5 നാളുകാർക്ക് ഓഗസ്റ്റ് മാസത്തിലെ ശുക്രന്റെ ഉദയം വലിയ സൗഭാഗ്യങ്ങളും ദോഷനിവൃത്തിയുമാണ് പ്രദാനം ചെയ്യുന്നത്. ഈ നാളുകാർക്ക് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിനായി വെള്ളിയാഴ്ചകളിൽ ഭഗവതി ക്ഷേത്രദർശനം നടത്തുന്നതും ലക്ഷ്മീദേവിയെ ഭജിക്കുന്നതും മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നതും അതീവ ഗുണകരമാണ്. സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു മാസം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.